السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما كان ربك ليهلك القرى بظلم وأهلها مصلحون. صدق الله مولانا العظيم. لا تقوم الساعة حتى تكثر الزلازل. صدق رسوله الأمين. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, പരമകാരുണികനായ റബ്ബ് അന്യായമായി അകാരണമായി ഒരടിമയെയും ശിക്ഷിക്കുന്ന പ്രശ്നമേ ഇല്ല. നീതിമാനായ തമ്പുരാൻ അക്രമമായിക്കൊണ്ട് ഒരു നാട്ടിലും അവൻ്റെ ശിക്ഷ ഇറക്കുകയേ ഇല്ല. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? അള്ളാഹുവിൻ്റെ പടപ്പുകളായ മനുഷ്യന്മാർ മതിമറന്ന് ജീവിക്കുമ്പോൾ അവരുടെ സൃഷ്ടാവും നിയന്താവും പരിപാലകനുമായ അള്ളാഹുവെ നിരന്തരം ധിക്കരിച്ച് മുന്നേറുമ്പോഴാണ് വ്യക്തികളിലും സമൂഹങ്ങളിലും നാടുകളിലും റബ്ബാനിയായ അദാബ്, ദൈവിക ശിക്ഷകൾ അവതരിപ്പിക്കപ്പെടുന്നത്. ഈ പരമസത്യം പരിശുദ്ധ ഖുർആനിൻ്റെ താളുകളിൽ വിവിധ ഇടങ്ങളിലൂടെ അള്ളാഹു മാനവ മക്കളെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്, ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതാണ്. ഒരു ജനതയെയും ഒരു നാടിനെയും ഒരു സമൂഹത്തെയും അള്ളാഹു ചുമ്മാ വേദനിപ്പിക്കില്ല, പ്രയാസപ്പെടുത്തില്ല, ശിക്ഷിക്കില്ല. പ്രയാസങ്ങളും ദുരിതങ്ങളും ശിക്ഷകളും വരുന്നുണ്ടോ? അതിന് കാരണമുണ്ടാവും. ഗതകാല സമുദായങ്ങളുടെ പതനങ്ങൾ, നമുക്ക് മുമ്പ് ഈ ഭൂമിയിൽ അധിവസിച്ച് കഴിഞ്ഞുപോയ പൂർവീകരായ ജനങ്ങൾ, ആ ജനതകളിൽ അള്ളാഹു ഇറക്കിയ ശിക്ഷകളുടെ ചരിത്രം, അവരെ അടിച്ച അടികളുടെ ചരിത്രം, അതിൻ്റെ കാരണങ്ങളൊക്കെ വിശാലമായി വിശദമായി തന്നെ ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഷെയ്ഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയെ തൂഫാൻ പ്രളയത്തിൽ മുക്കിക്കൊന്ന ചരിത്രം അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. മഹാനായ സയ്യിദുനാ ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയായ ആദ് വിഭാഗത്തെ അള്ളാഹു കൊടുങ്കാറ്റയച്ചുകൊണ്ട് നശിപ്പിച്ച് കളഞ്ഞ ചരിത്രവും ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സയ്യിദുനാ സ്വാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ ജനത, അതേ സമൂദ് ഗോത്രത്തെ, സമൂദ് വിഭാഗത്തെ അതിശക്തമായ ഒരു പ്രകമ്പനത്തിലൂടെ, ഭൂകമ്പത്തിലൂടെ നശിപ്പിച്ച് കളഞ്ഞ ചരിത്രവും അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. സയ്യിദുനാ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയ്ക്ക് മേൽ കല്ലുമഴ വർഷിപ്പിച്ച്, കല്ലുമഴ ഇറക്കി ഭൂമിയെ കീഴ്മേലായി മറിച്ചിട്ടുകൊണ്ട് ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയെ നശിപ്പിച്ച സംഭവവും ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്. തീർന്നില്ല. യമനിൽ ഒരു കാലത്ത് ധിക്കാരികളായി അധിവസിച്ചിരുന്ന ഖൗമു തുബ്ബഅ് ജനതയെ അള്ളാഹു ഉന്മൂലനം ചെയ്തത് കൊടുങ്കാറ്റ് കൊണ്ടോ ഭൂകമ്പം കൊണ്ടോ ഒന്നുമല്ല. അവരുടെ മീതെ ഒരു അണക്കെട്ട് പൊട്ടിച്ചുകൊണ്ടാണ്, അതിലെ ജലം ഒഴുക്കിക്കൊണ്ടാണ് അവരെ നശിപ്പിച്ചത്. അങ്ങനെയും അള്ളാഹു നശിപ്പിക്കും. ഖുർആൻ പറയുന്നത് ഫഅർസൽനാ അലൈഹിം സൈലൽ അരിമി, അണക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് ആ വെള്ളം അവരുടെ മേലെ അയച്ചുകൊണ്ടാണ് ഖൗമു തുബ്ബഇനെ നശിപ്പിച്ചത് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹ് പറയുന്നു. അങ്ങനെയും നടക്കും. അപ്പൊ നമുക്ക് മീതെ ഒരു ജലബോംബായി മുല്ലപ്പെരിയാർ അണക്കെട്ട് നിലനിൽക്കുന്നു.
പല കാലത്തും ചൂടുള്ള രാഷ്ട്രീയ ചർച്ചകൾ അക്കാര്യത്തിൽ നടന്നിട്ടുണ്ട്. 100 വർഷങ്ങൾക്ക് മുമ്പ് ചുണ്ണാമ്പ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട മുല്ലപ്പെരിയാർ ഡാം ബലക്ഷയം സംഭവിച്ച് പൊട്ടും എന്ന ഭീതിയും ഭീഷണിയുമൊക്കെ നമുക്കിടയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലും ഏത് ചുണ്ണാമ്പ് കൊണ്ട് പണിതതാണെങ്കിലും മുല്ലപ്പെരിയാർ അണക്കെട്ടടക്കമുള്ള ഒരു അണക്കെട്ടും പൊട്ടുകയോ തകരുകയോ ഇല്ല. എന്നാൽ ഇനി ഉരുക്കുകൊണ്ട് നിർമ്മിക്കപ്പെട്ട അണക്കെട്ടാണെങ്കിലും ചുണ്ണാമ്പാകണമെന്നില്ല. അള്ളാഹു അവിടത്തെ ആ മേഖലയുടെ സുരക്ഷയങ്ങ് പിൻവലിച്ചാൽ പൊട്ടുക തന്നെ ചെയ്യും തീർച്ചയാണ്. അത് പൊട്ടിക്കഴിഞ്ഞാൽ എറണാകുളം ജില്ലയൊന്നും ബാക്കി ഉണ്ടാവില്ല എന്നാണ് നിഗമനം. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. ഖൗമു തുബ്ബഇനെ അണക്കെട്ട് പൊട്ടിച്ച് നശിപ്പിച്ചു എന്ന് ഖുർആൻ. സയ്യിദുനാ ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ ജനത അസ്ഹാബുൽ ഐക വിഭാഗം മദിയൻ പട്ടണ നിവാസികൾ, അവരെ അള്ളാഹു നശിപ്പിച്ചത് കൊടും ചൂടുകൊണ്ട്. ഇപ്പൊ ചൂടിന്റെ ഭീഷണിയിലാണ് നമ്മളുള്ളത്. കൊടും ചൂടുകൊണ്ട് ജനങ്ങൾ മരിച്ചു വീഴുന്ന അവസ്ഥ ഉണ്ട്. കൊടും ചൂട് അഗ്നിമഴ കൊണ്ടാണ് ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ അള്ളാഹു നശിപ്പിച്ചത്. ഇതൊക്കെ ഖുർആൻ ആ ചരിത്ര സംഭവങ്ങളൊക്കെ ഒന്നിന്റെ പിറകെ ഒന്നായിട്ട് പല ഘട്ടങ്ങളിലായിട്ട് പറഞ്ഞു. ഇത് പറഞ്ഞ അള്ളാഹു അതിനോട് ചേർത്തി പറഞ്ഞത് ഒരു കാര്യമുണ്ട്. എന്താണത്? വമാ കാന റബ്ബുക ലിയുഹ്ലികൽ ഖുറാ ബിളുൽമിൻ വഅഹ്ലുഹാ മുസ്ലിഹൂൻ. ഒരു നാടിനെയും ഒരു ജനതയെയും ഒരു രാജ്യത്തെയും ആ നാട്ടുകാരായ ആളുകൾ സൽവൃത്തരായി സജ്ജനങ്ങളായി അച്ചടക്കത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അങ്ങയുടെ റബ്ബ് അക്രമമായി അവരെ നശിപ്പിക്കുകയോ ആ നാട്ടിൽ അദാബ് ഇറക്കുകയോ ഇല്ലേ? ഇല്ല. നാട്ടുകാര് മര്യാദക്ക് ജീവിച്ചാൽ ആ നാടിനെ അല്ലാഹു തൊടൂല. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഒരു ളുൽമും ഒരു അക്രമവും അന്യായവും അനീതിയും ആ നാട്ടിൽ വരുന്ന പ്രശ്നമേ ഇല്ല. സൂറത്ത് ഹൂദ് 117 ആയത്തില് ഇനി ഒരു നാട്ടുകാരെ അക്രമികളും അധാർമിക മാർഗത്തിന്റെ വക്താക്കളും ധിക്കാരികളായി മാറുകയും ചെയ്താലോ ഒറ്റടിക്ക് അള്ളാഹു ശിക്ഷിക്കില്ല. പിന്നെയോ വാണിംഗ് കൊടുക്കും. പ്രവാചകന്മാരുടെ തിരുനാവുകളിലൂടെ പ്രവാചകന്മാർക്ക് പിറകെ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളുടെ നാക്കുകളിലൂടെ വേദവാക്യങ്ങളിലൂടെ, ഇന്നിപ്പോ നബിമാരില്ല, വേദവാക്യങ്ങളിലൂടെ നബിമാരുടെ പ്രതിനിധികളിലൂടെ അള്ളാഹു വാണിംഗ് കൊടുക്കും. മര്യാദക്ക് നിന്നോ, ഒന്ന് അടങ്ങിക്കോ, ഇച്ചിരി ഓവറാകുന്നുണ്ട്, അടങ്ങിക്കോ എന്ന വാണിംഗ് അള്ളാഹു കൊടുക്കും. എന്നിട്ടും അനങ്ങാപാറ നയം സ്വീകരിച്ചാൽ അപ്പോഴാണ് കൊട്ടുവരിക. അപ്പോഴാണ് ഒരു നാടിന് മീതെ പ്രകൃതി ദുരന്തങ്ങളും ക്ഷോഭങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും കടന്നു വരിക. ഇതും അല്ലാഹു പറയുന്നുണ്ട്. വഇദാ അറദ്നാ അൻ നുഹ്ലിക ഖറിയതൻ അമർനാ മുത്രഫീഹാ ഫഫസഖൂ ഫീഹാ ഫഹഖ അലൈഹൽ ഖൗൽ ഫദമ്മർനാഹാ തദ്മീറാ. സൂറത്ത് ഇസ്രായിന്റെ 16 ആയത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? വഇദാ അറദ്നാ അൻ നുഹ്ലിക ഖറിയതൻ, ഒരു നാടിനെ നശിപ്പിക്കും മുമ്പ്, അത് ഭൂകമ്പം കൊണ്ടാണെങ്കിലും കൊടുങ്കാറ്റ് കൊണ്ടാണെങ്കിലും അണക്കെട്ട് പൊട്ടിച്ചാണെങ്കിലും പ്രളയാണെങ്കിലും ഏതൊരു നാട്ടിലും നാം ശിക്ഷ ഇറക്കുന്നതിൻ്റെ മുമ്പ് അമർനാ മുത്രഫീഹാ, ആ നാട്ടിലെ താന്തോന്നികളായ സുഖലോലുപരായ ആളുകൾക്ക് നാം ആജ്ഞ കൊടുക്കും, വാണിംഗ് കൊടുക്കും, കൽപ്പന കൊടുക്കും. അടങ്ങിക്കോ, മര്യാദക്ക് നിന്നോ എന്ന വാണിംഗ്
നബിമാരിലൂടെ, പ്രതിനിധികളിലൂടെ, വേദവാക്യങ്ങളിലൂടെ കൊടുക്കും. ഇത് കൊടുത്തിട്ടും ഫഫസഖൂ ഫീഹാ, ഇത് ചെവിക്കൊള്ളാതെ വേദവാക്യങ്ങൾ അനുസരിക്കാതെ അവഗണിച്ച് ആ നാട്ടിൽ അവര് തെമ്മാടികളായി തുടർന്നാൽ ഫഹഖ്ഖ അലൈഹൽ ഖൗൽ, അവർക്ക് മീതെ ശിക്ഷയുടെ വാക്ക് സ്ഥിരപ്പെടുക തന്നെ ചെയ്യും. ഫദമ്മർനാഹാ തദ്മീറാ, ആ നാടിനെയും നാട്ടുകാരെയും നാം തകർത്ത് തരിപ്പണമാക്കി കളയും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, ഇക്കമാരെ, യുവാക്കളെ, കൊച്ചനുജന്മാരെ, അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂല. അത് പല വേളകളിൽ പല ഘട്ടങ്ങളിലായിട്ട് ആ ശിക്ഷ വരും. ഈ ലോക ജീവിതത്തിൽ ദുരിതങ്ങളായി ദുരന്തങ്ങളായി വരും. 1, 2, മരണനേരത്ത് കനത്ത പ്രഹരം കിട്ടും. അദാബിന്റെ മലക്കുകളുടെ ഭാഗത്ത് നിന്നുള്ള കനത്ത പ്രഹരം. പിന്നെയോ പരലോകത്ത് വേറെയും ശിക്ഷ. ഈ 3 ശിക്ഷാ നടപടികളും, ഈ ലോക ജീവിതത്തിലെ ദുരിതങ്ങളും ദുരന്തങ്ങളും, മരണവേളയിലുള്ള പ്രയാസങ്ങൾ, ശിക്ഷകൾ, പരലോകത്ത് കിട്ടുന്ന അടി, ഇതൊക്കെ ഖുർആൻ പറഞ്ഞിട്ട് അതോടുകൂടെ ചേർത്തി അവസാനം പറയുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. 2-3 ഭാഗങ്ങളിൽ അള്ളാഹു ആ പ്രഖ്യാപനം ആവർത്തിച്ചിട്ടുണ്ട്. അതെന്താ? ذَلِكَ بِمَا قَدَّمَتْ أَيْدِيكُمْ وَأَنَّ اللَّهَ لَيْسَ بِظَلَّامٍ لِلْعَبِيدِ. ഇതൊക്കെ പരിശുദ്ധ ഖുർആനാണ് കൂട്ടരെ. ഞാൻ എൻ്റെ വക ഒന്നും പറയുന്നില്ല, അള്ളാന്റെ വചനാണ്, വിശുദ്ധ സൂക്തങ്ങളാണ്. ذَلِكَ, ഇതൊക്കെ ഈ ലോകത്തനുഭവിക്കുന്ന യാതനകൾ, വേദനകൾ, പീഡനങ്ങൾ, ശിക്ഷകൾ, മരിക്കുന്ന നേരത്ത് കിട്ടുന്ന അടികൾ, പരലോകത്തേൽക്കാനിരിക്കുന്ന അദാബ്, ذَلِكَ, ഇതൊക്കെയും ബിമാ ഖദ്ദമത് ഐദീകും, നിങ്ങളുടെ മുൻ കയ്യിലിരിപ്പിന്റെ കാരണത്താലാണ്. നിങ്ങളുടെ കയ്യിലിരിപ്പാണ് കാരണം എന്നല്ലാതെ വഅന്നല്ലാഹ ലൈസ ബിളല്ലാമിൽ ലിൽഅബീദ്, തീർച്ചയായിട്ടും അല്ലാഹു അവന്റെ അടിമകളോട് ഒരിക്കലും ഒരക്രമവും ഒരനീതിയും ഒരു ശിക്ഷയും നടപ്പിലാക്കുന്ന പ്രശ്നമേ ഇല്ല. ഒരു തുരുമ്പനീതി അവന്റെ അടിമകളോട് അല്ലാഹു കാണിക്കുന്ന പ്രശ്നമല്ല. അതുകൊണ്ട് നമ്മൾ ദുരിതം പേറുന്നുണ്ടോ, നമ്മളെ കയ്യിലിരിപ്പ് അതിലുണ്ടാവും. ഈ ലോകത്തും മരിക്കണ നേരത്തും പരലോകത്തും അല്ലാഹു കാക്കട്ടെ. നമ്മൾ പറഞ്ഞല്ലോ, ഇരട്ടി പ്രഹരം, വിവിധങ്ങളായ ശിക്ഷാ നടപടികൾ അവതരിക്കാനും അതേൽക്കാനും കാരണമാകുന്ന 15 കുറ്റങ്ങൾ ഹദീസിൽ നിന്ന് നമ്മളിവിടെ പറഞ്ഞു. 2 ആഴ്ച അതാണ് വിശദീകരിച്ചത്. 15 കുറ്റങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞ, ഇവിടെ വെച്ചും പരലോകത്തും അടിയേൽക്കുന്ന കുറ്റങ്ങൾ, അതിൽ 9 കുറ്റങ്ങൾ പറഞ്ഞു. സാമ്പത്തിക രംഗത്തുള്ള കുറ്റങ്ങൾ പറഞ്ഞു, വിദ്യാഭ്യാസ രംഗത്തുള്ള കുറ്റം പറഞ്ഞു, കുടുംബ ജീവിതത്തിലുള്ള കുറ്റങ്ങൾ പറഞ്ഞു. 9 കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന് ഇൻഷാ അല്ലാഹ് അത് അവസാനിപ്പിക്കുകയാണ്, പറഞ്ഞു തീർക്കുകയാണ്. 10, 11, 12 കുറ്റങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നത് സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ള കുറ്റങ്ങളാണ്. വ്യക്തിയിലുള്ള കുറ്റം, സാമ്പത്തിക രംഗത്തുള്ള കുറ്റം, കുടുംബത്തിലുള്ള കുറ്റം, ഈ കുറ്റങ്ങൾ 3 കുറ്റം, 10, 11, 12 കുറ്റം സാമൂഹിക മണ്ഡലങ്ങളിൽ രാഷ്ട്രീയ രംഗത്തുള്ള കുറ്റങ്ങളാണ്. അതെന്താണ്? വസാദൽ ഖബീലത ഫാസിഖുഹും വകാന സഈമുൽ ഖൗമി അർദലഹും വഉക്രിമർ റജുലു മഖാഫത ശർരിഹി. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്നു, എണ്ണി പറഞ്ഞു തരുന്നു. സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് കുറ്റങ്ങൾ, ആ കുറ്റം ലോകത്തുണ്ടായാൽ ആ നാട്ടിൽ അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങാൻ സാധ്യത കൂടുതലാണ്. 1 പറഞ്ഞത് വസാദൽ ഖബീലത ഫാസിഖുഹും, ഒരു ഗോത്രത്തിന്റെ, ഒരു വില്ലേജിന്റെ, ഒരു പഞ്ചായത്തിന്റെ, ഒരു നാടിന്റെ അധികാരിയായി വരലാണ്. ആര്? ഫാസിഖുഹും, അവരുടെ കൂട്ടത്തിലെ തെമ്മാടി അധികാരിയായിട്ട് വരിക.
കള്ളന്റെ കയ്യിൽ ചാവി കിട്ടിയുള്ള അവസ്ഥ. പിന്നെ ആ നാട്ടിൽ നീതിയും നേരും നെറിയും പ്രതീക്ഷിക്കേണ്ടതില്ല. അക്രമവും അരാജകത്വവും അനീതിയും തോന്യാസവും കളവും കള്ളത്തരങ്ങളുമാണ് ആ നാട്ടിൽ അരങ്ങേറുക. എന്താ കാരണം? കള്ളന്റെ കയ്യിൽ താക്കോൽ കിട്ടിയിട്ടുണ്ട്. വസാദൽ ഖബീലത ഫാസിഖുഹും, ഒരു ജനവിഭാഗത്തിന്റെ അധികാരം അവരുടെ കൂട്ടത്തിലെ തെമ്മാടിയുടെ കയ്യിലെത്തുക. രാഷ്ട്രീയ രംഗം, സാമൂഹിക രംഗാണ് ഈ പറയുന്നത്. തുടർന്നതിനോട് ചേർത്തി പറഞ്ഞു, വകാന സഈമുൽ ഖൗമി അർദലഹും, ജനങ്ങളുടെ നേതാക്കളായി വരിക ആര്? അർദലഹും. അർദലഹും ആര്? അവരിലെ നിന്ദ്യരും നിസാരരും പിശുക്കന്മാരും സ്വാർത്ഥരുമായിട്ടുള്ള ആളുകൾ നേതാക്കന്മാരാകുക. നേതാവ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിലായാലും മതസംഘടനയിലായാലും മറ്റിടങ്ങളിലായാലും നേതാവിനൊരു ക്വാളിറ്റി വേണ്ടേ? വേണം. എല്ലാം ഉൾക്കൊള്ളാനുള്ള മാനസിക വിശാലത വേണം, നേരും നെറിയും വേണം, സത്യസന്ധത വേണം, നീതിബോധം വേണം, ആദർശനിഷ്ഠ വേണം. ഇതൊക്കെ ഒരു നേതാവിന് എവിടെ ആവശ്യമാണ്. പക്ഷേ ഒരു വിഭാഗമാണ് നേതാക്കന്മാരാകുക, അവർ അറുതലുകളാണ്, നിന്ദ്യരും നിസാരരും പിശുക്കന്മാരും സ്വാർത്ഥന്മാരും. നോക്കൂ, എല്ലാ രംഗത്തുള്ള നേതാക്കൾ രാഷ്ട്രീയ രംഗത്തൊക്കെ വളരെ മലീമസല്ലേ. കുരങ്ങ് ചാടുന്ന പോലെയാണ് രാഷ്ട്രീയ തമ്പുരാക്കന്മാർ ആദർശം ബലി കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നത്. പത്രമൊക്കെ വായിച്ചാൽ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്ന വാർത്ത. ഒരു നേതാവ് പാർട്ടി MLA സ്ഥാനം കൊടുത്തു, MP സ്ഥാനം കൊടുത്തു, മന്ത്രിയാക്കി. ഇച്ചിരി വയസ്സായപ്പോൾ പറഞ്ഞു, ഇനി ഇച്ചിരി റെസ്റ്റ് ആയിക്കോട്ടെ, വീട്ടിൽ റെസ്റ്റ്, ചെറുപ്പക്കാർക്ക് നേരെ ഓപ്പോസിറ്റ് ശത്രുപാളയത്തിലേക്ക് ഒറ്റച്ചാട്ടം. അതിപ്പോൾ ഇനി റിട്ടയർമെൻറ്റിന് ശേഷമാണെന്ന് വെക്കാം. അതല്ല, ഒരു MP അല്ലെങ്കിൽ MLA ഒരു ആദർശനിഷ്ഠയും ബോധവും ഇല്ലാതെ മറുകണ്ഠം ചാടുക. ആലോചിച്ച് നോക്കൂ, ഈ വ്യക്തിക്കല്ലല്ലോ നാട്ടുകാർ വോട്ട് ചെയ്യുന്നത്. അദ്ദേഹം ഉൾക്കൊള്ളുന്ന പ്രത്യയശാസ്ത്രത്തിനും അദ്ദേഹം മുഴക്കിയ മുദ്രാവാക്യത്തിനാണ് വോട്ട് കൊടുക്കണേ. ആ വോട്ടർമാരെയൊക്കെ പറ്റിച്ചും കൊണ്ട് തൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മറുകണ്ഠം ചാടുന്ന ദുരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രം മോശമാണ്. ഇതിന് നല്ല ആക്ഷൻ എടുക്കണം, അയോഗ്യരാക്കണം. ഈ കൂറുമാറുന്ന കുരങ്ങന്മാരെ അയോഗ്യരാക്കണം. ഒരു 6 കൊല്ലത്തിന് മത്സരത്തിന് വിലക്കും കൊടുക്കണം, എന്നാൽ ഈ സൂക്കേട് മാറുള്ളൂ. ഇത് ഏത് പാർട്ടി ആയിക്കോട്ടെ. എത്ര വൃത്തികേടാണ് ഈ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ആദർശനിഷ്ഠ നഷ്ടപ്പെടുന്ന നിന്ദ്യരും നിസാരരും പിശുക്കന്മാരും സ്വാർത്ഥന്മാരും ജനങ്ങളുടെ നേതാക്കന്മാരായി വരിക. അള്ളാന്റെ റസൂല് പറയാം, അള്ളാഹ്ക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണത്. തീർന്നില്ല, അതിനോട് ചേർത്ത് 3ാമത്തെ കാര്യമായി പറഞ്ഞത് ഒരാൾ ആദരിക്കപ്പെടുക, ബഹുമാനിക്കപ്പെടുക. ഒരാളെ ജനങ്ങൾ ബഹുമാനിക്കുക, ആദരിക്കുക. എന്തുകൊണ്ട്? അറിവുകൊണ്ടല്ല. അയാളെ ഷറഫ് കൊണ്ട്, സ്ഥാനം കൊണ്ടോ, മഹിമ കൊണ്ടോ, ക്വാളിറ്റി കൊണ്ടോ, വിശുദ്ധി കൊണ്ടോ, നന്മ കൊണ്ടോ അല്ല ബഹുമാനിക്കുന്നത്. ഒരാളെ ജനങ്ങൾ ബഹുമാനിക്കുന്നു, ബഹുമാനത്തിന് വേണ്ട ഒരു യോഗ്യതയും ആ വ്യക്തിക്കില്ല. പിന്നെ എന്തിനാ ബഹുമാനിക്കുന്നത്? മഖാഫത്ത ശർരിഹി, അയാളുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി, അയാളുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഉപദ്രവങ്ങൾ ഒഴിവായി കിട്ടാൻ വേണ്ടി ബഹുമാനിക്കുക. അയാളെ താങ്ങിയില്ലെങ്കിൽ, മൂട് താങ്ങിയില്ലെങ്കിൽ എൻ്റെ നിലനിൽപ്പ് ഭീഷണിയാകും, എനിക്ക് ചില ശല്യമൊക്കെ വരും. നാ ബഹുമാനിച്ചു കൊടുക്കുക. ഈ ബഹുമാനിക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാന്ന്. ഈ ബഹുമാനം അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. പരലോകത്ത് ശിക്ഷ കിട്ടുന്നല്ല, ഇവിടെ അടി പൊട്ടുന്ന കുറ്റാത്. തെമ്മാടിയ മൂട് താങ്ങി ബഹുമാനിക്കുന്ന കാലം വന്നാൽ ഞാൻ എൻ്റെ വക പറയല്ല, ഒരാൾ ബഹുമാനിക്കപ്പെടുക, ആദരിക്കപ്പെടുക. എന്തുകൊണ്ട്? മഖാഫത്ത ശർരിഹി, അയാളെ ശല്യം ഇങ്ങോട്ട് ഒഴിവാക്കാൻ വേണ്ടി. ഒരു മുഅ്മിന് അള്ളാനെ അല്ലാതെ ആരെയും പേടിക്കൂല. ഏത് ജോ ബൈഡനായാലും, ഏത് ഇസ്രായേൽ തമ്പുരാനാണെങ്കിലും, ഏത് ഇന്ത്യൻ തമ്പുരാനാണെങ്കിലും അള്ളാഹുവിനെ അല്ലാതെ ആരെയും പേടിക്കൂല. തെമ്മാടിയെ ബഹുമാനിക്കാനും നിൽക്കൂല. ആദരിക്കപ്പെടേണ്ട ആളാണോ ആദരിച്ചിരിക്കും എന്നല്ലാതെ തെമ്മാടി കൂട്ടങ്ങളുടെ മൂട് താങ്ങൂല. ഇന്നിപ്പോൾ വർത്തമാനകാല സാഹചര്യത്തിൽ രാജ്യങ്ങളിലും നാടുകളിലും അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെയുള്ള ഏറ്റവും വലിയ പതനം ഈ ഒരു മേഖലയിലാണ്. തെമ്മാടികൾ ആദരിക്കപ്പെടുക,
അക്രമികളായ ഭരണാധികാരികൾ ആദരിക്കപ്പെടുക. മഹാഫത്തെ ശരി ശല്യം ഒഴിവാകാൻ. ഇന്ന് സത്യം തുറന്നു പറഞ്ഞാൽ ED വരും, വീട്ടിൽ കേസ് വരും, അഴി എണ്ണേണ്ടി വരും. പറയേണ്ട ആളുകൾ മിണ്ടുന്നില്ല, പറയേണ്ട കാര്യം പറയുന്നില്ല. അതിന് വ്യത്യസ്തമായി ചില ചുണക്കുട്ടികളൊക്കെ ഇന്ത്യൻ പാർലമെന്റിൽ ഇപ്പോഴുണ്ട്. കഴിഞ്ഞ പാർലമെന്റിന്റെ പല സമ്മേളനങ്ങളിലും ന്യൂനപക്ഷ സമുദായത്തിന്റെ നൊമ്പരങ്ങളും പ്രതിസന്ധികളും വേട്ടയാടപ്പെടലുകളും നന്നായി അവതരിപ്പിച്ച MP-മാരുണ്ടായിരുന്നു. ET മുഹമ്മദ് ബഷീർ സാഹിബിനെ പോലെ. അതുമാത്രമല്ല, രാജ്യസഭാ അംഗമായ കേരളത്തിൽ നിന്ന് പോയ ഒരു ചുണക്കുട്ടി, വേറെ ഒരു MP ഉണ്ടായിരുന്നു, ജോൺ ബ്രിട്ടാസ്, നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? സാർ ചെയറിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, സാർ, ഞങ്ങൾ ഇന്ത്യയുടെ മഹാനായ രാഷ്ട്രപിതാവ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന രാമനെ ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കും. അത് മാനവീകത പഠിപ്പിച്ച രാമനാൻ, പരസ്പര സ്നേഹവും ബഹുമാനവും പറഞ്ഞു തന്ന രാമനാൻ, നീതിക്ക് വേണ്ടി നിലകൊണ്ട രാമനാൻ. എന്നാൽ സംഘ് പരിവാർ പരിചയപ്പെടുത്തുന്ന രാമൻ നാഥൂരാമനാൻ. അത് ഞങ്ങൾക്ക് വേണ്ട സാർ, ഞങ്ങൾ അതിനെ പുച്ഛിച്ച് തള്ളുന്നു എന്ന് നല്ല ശബ്ദത്തോടുകൂടെ മുഴക്കി ജോൺ ബ്രിട്ടാസ്. പാർലമെന്റ് ഇലക്ഷൻ വരികയാണ്, നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇവിടുന്ന് അവിടെ പോയിട്ട് രാജ്യസഭയുടെയും ലോക്സഭയുടെയും കിച്ചണിൽ പോയിട്ട് ശാപ്പാടടിച്ചിട്ട് ഏമ്പക്കം വിട്ട് നടക്കുന്ന MP-മാർക്ക് ഒരു കുട്ടിയും വോട്ട് ചെയ്യരുത്. ഏത് പാർട്ടിയാലും, ഏത് സമുദായത്തിന്റെ പേര് പറയുന്ന പാർട്ടിയാണെങ്കിലും ശരി, നമുക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട് ഈ വരുന്ന ഇലക്ഷനിൽ. എന്തറിയോ? ഏറ്റവും മൂല്യമുള്ള ഉന്നതമായ ഉയർന്ന ജിഹാദ്. മുത്ത് റസൂലിനോട് സഹാബത്ത് ചോദിക്കുന്നുണ്ട്, മാതാപിതാക്കളെ പോറ്റല്, സമയത്തിന് നിസ്കരിക്കല്, അള്ളാനെ സ്നേഹിക്കല്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ജിഹാദിന്റെ വിവിധ വൈവിധ്യങ്ങൾ തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ കൂട്ടത്തിലെ ഏറ്റവും പോരിശയുള്ള പ്രതിഫലം ലഭിക്കുന്ന ജിഹാദ് ഏതാണ് മുത്തുനബിയെ എന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോ ഒരിക്കൽ അവിടെന്ന് പറഞ്ഞു കൊടുത്ത മറുപടി, കലിമത്തു ഹഖ്ഖിൻ ഇൻദ സുൽത്താനിൻ ജായിരിൻ. അക്രമിയായ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കി സത്യം വിളിച്ചു പറയലാണ് ഏറ്റവും കൂലി കിട്ടുന്ന ജിഹാദ്. വർത്തമാനകാലത്ത് ഏറ്റവും ആവശ്യമുള്ളതാണത്. കാര്യം പറയാൻ ആളില്ലാത്ത അവസ്ഥ. അന്താരാഷ്ട്ര തലത്തിലും അതന്നെ. ഇന്നത്തെ പത്രത്തിന്റെ ഫ്രണ്ട് പേജ് വായിക്കാൻ മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനാവില്ല. ഗസയിലെ ആ ദുരിതപൂർണമായ വാർത്ത, ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിന്ന, അത് കൊണ്ടുവന്ന വാഹനങ്ങൾ ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്യുന്നത് കാത്തുനിന്ന് ട്രക്കുകൾക്ക് മുന്നിൽ ക്യൂ പാലിച്ച് കാത്തുനിന്ന പാവപ്പെട്ട ഫലസ്തീനിലെ സ്ത്രീകളെയും മക്കളെയും വൃദ്ധരെയും ക്രൂരമായി വരിയായിട്ട് നിർത്തിയിട്ട് വെടിവെച്ച് കൊന്നു. 100-ലധികം ആളുകൾ മരിച്ചു, 700-ലധികം ആളുകൾക്ക് സാരമായ പരിക്കേറ്റു. പിഞ്ചു മക്കള് അന്നം കിട്ടാതെ മരിച്ചു പോകുന്ന കാഴ്ച. ഇതിനെതിരെ മാനിഷാദ പറയാൻ ഏതറബ് തമ്പുരാക്കന്മാരാണ് വന്നത്? ഒന്ന് കനത്ത ഭാഷയിൽ അരുത് കാട്ടാള എന്ന് പറയാൻ ആര് വന്നു? മുത്ത് റസൂൽ പറഞ്ഞ അഫ്ളലുൽ ജിഹാദ് എവിടെയുണ്ട്? എവിടെയുള്ളത്? പരവതാനി ഇട്ടിട്ട് സ്വീകരിക്കുക അറബി തമ്പുരാക്കന്മാർ. എന്ത് തോന്നിയാസം രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ ചെയ്താലും പരവതാനി വിരിച്ചിട്ട് എന്ത് ശിർക്കാണെങ്കിലും കുഴപ്പമില്ല, തൗഹീദാണെങ്കിലും കുഴപ്പമില്ല, സ്വീകരിച്ച് വാരി പുണരുന്ന കാഴ്ച. എന്താണ് അവസ്ഥ? കലിമത്തു ഹഖ്ഖിൻ, സത്യം വിളിച്ചു പറയാ. മർദ്ദിത ജനകോടികൾക്ക് വേണ്ടി സംസാരിക്കുക. ഇൻദ സുൽത്താനിൻ ജായിരിൻ, അക്രമിയായ ഭരണാധികാരിയുടെ മുന്നിൽ. അത് പോയി. അല്ലാഹുവേ, ആ പാവപ്പെട്ട മക്കൾക്ക് നീ മോചനം കൊടുക്കണമേ തമ്പുരാനെ, അവർക്ക് രക്ഷ കൊടുക്കണമേ തമ്പുരാനെ, അവർക്ക് നീ ധീരതയും അവർക്ക് മനക്കരുത്തും അവർക്ക് സബാത്ത്, സത്യത്തിന്റെ പാതയിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖും കൊണ്ട് അവരെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ പുണ്യ മസ്ജിദ് ഞങ്ങൾക്ക് തന്നെ നീ തിരിച്ചു തരണമേ തമ്പുരാനെ. നമുക്ക് നിരന്തരം ദുആ ചെയ്യാം, നമുക്കാവും വിധം ശബ്ദിക്കുക എന്നല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് രാഷ്ട്രീയ സാമുദായിക രംഗങ്ങളിലുള്ള 3 കുറ്റങ്ങൾ. ഇത് വിശദീകരിക്കാൻ കുറെ പറയാണ്ട്, സമയക്കുറവുണ്ട്, ഞാൻ നീട്ടുന്നില്ല. ഈ 15 കാര്യം പെട്ടെന്ന് പറഞ്ഞ് തീർക്കേണ്ടതുണ്ട്.
അടുത്ത കാര്യമായി 12, 13, 14, 15 കാര്യങ്ങളായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് വലഹറത്തിൽ ഖൈനാത്തു വൽ മആസിഫ്. സംഗീതങ്ങൾ, കലകൾ, വാദ്യോപകരണങ്ങളൊക്കെ അശ്ലീലങ്ങളും ആഭാസങ്ങളുമായി മാറുക. കല ഇസ്ലാം സമ്പൂർണമായിട്ട് വിലക്കിയിട്ടൊന്നുമില്ല. ചില പൊട്ടന്മാരങ്ങനെ പറയുന്നുണ്ട്, കല ഹറാം, പാട്ട് ഹറാം. അങ്ങനല്ല. ഇസ്ലാം കലയെ മാന്യമായിട്ടും അംഗീകരിച്ചിട്ടുണ്ട്, പാട്ടും അംഗീകരിച്ചിട്ടുണ്ട്. ഒരു പരിധിയിൽ നിന്ന് ഇസ്ലാമിക ശരീഅത്തിന്റെ ചട്ടക്കൂട്ടിൽ നിന്ന് ഉള്ള സംഗീതവും ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ വിലക്കപ്പെട്ട സംഗീതങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അള്ളാഹുവും റസൂലും വിലക്കപ്പെട്ട വിധത്തിൽ സാഹിത്യങ്ങളും കലകളും അതുപോലെ തന്നെ വാദ്യോപകരണങ്ങളും പാട്ടുകളും സംഗീതങ്ങളും സാർവത്രികമാകുക. നമ്മുടെ ചില കല്യാണ വീടുകളുടെയൊക്കെ അവസ്ഥ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലൊക്കെ സമാധാനമുണ്ട്. മലബാറിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഈ താലപ്പൊലി മഹോത്സവത്തിന് ദേവീദേവന്മാരുടെ പ്രതിമണ്ഡല ആനപ്പുറത്തും കുതിരപ്പുറത്തൊക്കെ ഇങ്ങനെ എഴുന്നള്ളിക്കുന്നത്, മുട്ടും കുഴൽ വിളിയും തുള്ളലൊക്കെ ആയിട്ട് ഇതേപോലെ പുതിയാപ്പിളിനെ കൊണ്ടുവരുന്ന അവസ്ഥ. ആനപ്പുറത്ത് കുഴൽ വിളിയും തുള്ളലൊക്കെ ആയിട്ട് വരിക. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇൻഷാ അല്ലാഹ് ഇസ്ലാമിലെ വിവാഹം ഇവിടെ പറയണമെന്ന് തന്നെ കമ്മിറ്റിയിൽപ്പെട്ട ചില ആളുകൾ എന്നെ ഉണർത്തിയിട്ടുണ്ട്. നമുക്ക് അള്ളാഹ് അവസരം തരികയാണെങ്കിൽ നോമ്പ് കഴിഞ്ഞിട്ട് പറയാം. എന്താവട്ടെ, കലകളും അതുപോലെ സംഗീതങ്ങളൊക്കെ അശ്ലീലങ്ങൾ നിറഞ്ഞതും അനിസ്ലാമികമായിട്ടും അതൊക്കെ സാർവത്രികമാവുക. 14ാമത്തെ കാര്യം, അവിടുന്നാണ് നമ്മൾ ഈ ഹദീസിലേക്ക് വന്നത്. വശുരിബത്തിൽ ഹുമൂർ. വശുരിബത്തിൽ ഹുമൂർ, കള്ളു കുടിക്കുന്നല്ല. കള്ളുകുടി എന്നും ഉണ്ടായിട്ടുണ്ട്. സ്വഹാബത്തിന്റെ കാലത്തും ഉണ്ടായിട്ടുണ്ട്, താബീങ്ങളെ കാലത്തും കള്ളുകുടി അറിഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞത് അതല്ല. ഈ ലോകത്ത് അടിപൊട്ടുന്ന കള്ളുകുടി വശുരിബൽ ഹംറു എന്നല്ല, വശുരിബത്തിൽ ഹുമൂർ. വൈവിധ്യങ്ങളായ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കൽ വ്യാപകമാവുക. ഒരു കുറ്റബോധമില്ല, ഒരു നാണക്കേടുമില്ല. അതൊരു അന്തസ്. അല്ലെങ്കിൽ ഇന്റെ കാര്യത്തിൽ ചോദ്യം ചെയ്യാൻ അവരാരാ? ഈ വിധത്തിൽ ലാഘവ ബുദ്ധിയോടെ മയക്കുമരുന്നും മദ്യവും അത്തരം സാധനങ്ങളുടെ ഉപയോഗം വ്യാപകമാവുക. നമ്മൾ അവിടുന്ന് അങ്ങോട്ട് പോകുന്നത് 5-6 വെള്ളിയാഴ്ചകൾ അധികമായിട്ട് ഈ വിഷയം നമ്മൾ പറയുന്നുണ്ട്. ഇത് നമുക്ക് അവസാനിപ്പിക്കണം. അടുത്ത ആഴ്ചയോടുകൂടി ഇത് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടും. കാരണം റമദാൻ വിഷയങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാനുണ്ട്. 15ാമത്തെ കാര്യം, വലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹ. ഈ സമുദായത്തിലെ പിൽക്കാലക്കാർ, നമ്മൾ ആക്ഷേപിക്കുക, വിമർശിക്കുക, ചീത്ത പറയുക, അവ്വലഹ, പൂർവീകരായ മുൻഗാമികളായ മഹത്തുക്കളെ, സ്വഹാബത്തിനെ, ഖലീഫമാരെ, ഇമാമുകളെ, ഔലിയാക്കളെ അവമതിക്കുകയും വിമർശിക്കുകയും ചീത്ത പറയുകയും ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഫല്യതറഖബു ഇൻദ ദാലിക റീഹൻ ഹംറാ വസൽസലതൻ വഖസ്ഫൻ വമസ്ഖാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാൻ, ഈ 15 കുറ്റം നിങ്ങളെ നാട്ടിലൊക്കെ നിങ്ങൾ കാണാൻ തുടങ്ങിയാൽ നിങ്ങൾ കാത്തിരുന്നോളൂ. ബിരിയാണി അല്ല, നിങ്ങൾ കാത്തിരുന്നോളൂ. എന്ത്? ആ സമയം നിങ്ങൾ കാത്തിരുന്നോളൂ. റീഹൻ ഹംറാ, കൊടുങ്കാറ്റ് കാത്തിരുന്നോളൂ. വസൽസലതൻ, ഭൂമി കുലുക്കം കാത്തിരുന്നോളൂ. ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. ഇതൊക്കെ നടക്കാതെ ലോകം അവസാനിക്കൂല. ലോകാവസാനത്തിന്റെ മുമ്പ് സനവാത്തു സലാസിൽ, ഭൂകമ്പങ്ങളുടെ വർഷങ്ങൾ. ഇപ്പൊ ഒറ്റപ്പെട്ട ഭൂകമ്പങ്ങൾ പല ഇടങ്ങളിലായിട്ട് നടന്നു. 2000 അവിടെ നടന്നു, 2002 അവിടെ നടന്നു. അങ്ങനെയല്ല, സനവാത്തു സലാസിൽ, ഭൂകമ്പങ്ങളുടെ വർഷങ്ങൾ തന്നെ. ഓരോ കൊല്ലവും കനത്ത ആൾനാശം വരുന്ന, മൂത്താനുൻ ഷദീദ്, ആൾക്കൂട്ടങ്ങൾ മരിച്ചു വീഴുന്ന ഭൂകമ്പങ്ങൾ. സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് ഉണ്ട്. അള്ളാന്റെ റസൂൽ പറയുന്നുണ്ട്, ലാ തഖൂമു സാഅത്തു, ലോകം അവസാനിക്കൂല, ഹത്താ തക്സുറ സലാസിൽ, ഭൂകമ്പങ്ങൾ വർദ്ധിക്കാതെ. അത് വർദ്ധിച്ചിട്ട് അതൊക്കെ കണ്ടിട്ട് തന്നെ ലോകം അവസാനിക്കുള്ളൂ. അപ്പം അതിലേക്കുള്ള പോക്കാണ് ഈ കുറ്റകൃത്യങ്ങൾ ലാഘവ ബുദ്ധിയോടെ ആളുകൾ ചെയ്യുക എന്നത്. നമ്മുടെ നാടിനെ രക്ഷപ്പെടുത്താൻ, അള്ളാഹുവിൻ്റെ പ്രഹരം ഈ നാട്ടിലേക്ക് വരാതിരിക്കാൻ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ നിന്ന് നാം രാജിയാവുക. നമ്മൾ വിരമിക്കുക, അള്ളാഹിനോട് ഖേദിച്ചു മടങ്ങുക. റമളാനൊക്കെയാണ് വരുന്നത്. ഇൻഷാ അള്ളാഹ് നമ്മുടെ ഈ പറഞ്ഞു വന്ന വിഷയം ഇത് അടുത്ത ആഴ്ചയോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം.